after the death of Elizabeth I, we know that she was an unmarried lady. So after her death, there was no one to lead England from her own dynasty. എലിസബത്ത് വിവാഹിതയാകാത്തത് കൊണ്ട് തന്നെ ട്യൂഡർ ഡൈനാസ്റ്റിയിൽ നിന്നും ഇംഗ്ലണ്ടിനെ ആ ഒരു സക്സഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വന്നു. ബട്ട് ഷീ ഹാഡ് ഫൗണ്ട് എ സൊല്യൂഷൻ ദാറ്റ് എലിസബത്ത് മരിക്കുന്നതിന് മുൻപ് തന്നെ ഷീ നോമിനേറ്റഡ് വൺ പേഴ്സൺ ഹൂസ് നെയിം ഇസ് ജെയിംസ് സിക്സ് ഓഫ് സ്കോട്ട്ലൻഡ് ആസ് ദ സക്സസർ ഓഫ് എലിസബത്ത് ഫസ്റ്റ്. ഈ ജെയിംസ് സിക്സും എലിസബത്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഹെൻറി സെവൻ, ട്യൂഡർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറായ ഹെൻറി സെവന്റെ സിസ്റ്ററിനെ വിവാഹം ചെയ്തു കൊടുത്തത് സ്കോട്ട്ലൻഡിലെ രാജാവിനാണ്. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണ് ജെയിംസ് സിക്സ്. അപ്പോൾ എലിസബത്ത് ഫസ്റ്റ് ഹാഡ് എ ഡിഫറെന്റ് റിലേഷൻ വിത്ത് ജെയിംസ് സിക്സ് ഓഫ് സ്കോട്ട്ലൻഡ്. അതുകൊണ്ടാണ് എലിസബത്ത് ജെയിംസ് സിക്സിനെ ഇംഗ്ലണ്ടിന്റെ പുതിയ ഭരണാധികാരിയായിട്ട് നോമിനേറ്റ് ചെയ്തത്. ദാറ്റ്സ് വൈ എലിസബത്ത് ഫസ്റ്റ് proposed the name of James VI of Scotland as new ruler of England or her successor. ഇംഗ്ലണ്ടിൽ ജെയിംസ് എന്ന പേരിൽ പുതിയ ആ സമയത്ത് ആരും റൂളേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിലെ രാജാവായ ജെയിംസ് സിക്സിനെ ഇംഗ്ലണ്ടിൽ ജെയിംസ് ഫസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. Then he belonged in a dynasty called Stuart dynasty. The Stuart dynasty, like other absolute monarchs, the Stuart dynasty also believed in divine right kingship. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് ഡിവൈൻ റൈറ്റ് കിങ്ഷിപ്പ് ഒക്കെ മിക്കവാറും എല്ലാ അബ്സലൂട്ട്സും വിശ്വസിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇവരുടെ റിലീജിയസ് ഇൻട്രസ്റ്റിലാണ്. ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ ദ റിലീജിയസ് ഇൻട്രസ്റ്റ് ഓഫ് റൂളേഴ്സ്. ഒരു റൂളേഴ്സിന്റെ മതപരമായ താല്പര്യമാണ് ഒരു പക്ഷെ ആ രാജ്യത്തിലെ അനാർക്കിക്ക് കാരണമായി, പീസ് ആൻഡ് ഓർഡറെ താറുമാറാക്കുന്നത്. when a ruler dragged his religious interest into politics. ഇത് രണ്ടും രണ്ടാണെന്ന് നമ്മൾക്കറിയാം. പക്ഷേ in order to gain much power, കൂടുതൽ അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും റൂളേഴ്സ് ചെയ്യുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവരുടെ റിലീജിയസ് ഇൻട്രസ്റ്റും കൂടെ അവിടെ എക്സ്പ്രസ് ചെയ്യുക. എനിഹൗ James VI, now he became the new ruler of England under a name called James I, and after him Charles I, അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഫസ്റ്റ് അധികാരത്തിൽ വരും. ഇവര് രണ്ടുപേരും ജെയിംസ് ഫസ്റ്റ് ആൻഡ് ചാൾസ് ഫസ്റ്റ് ഹാഡ് റിലീജിയസ് ഇൻട്രസ്റ്റ്. അവർ കാത്തലിക് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ച് ട്യൂഡേഴ്സ് ഹെൻറി എയ്ത്തിന് ശേഷം, ഇംഗ്ലീഷ് റെഫർമേഷന് ശേഷം ഇംഗ്ലണ്ട് പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിലേക്ക് പോയി. അതായത് എലിസബത്ത് എങ്ങനെയാണ് ആ റിലീജിയസ് ഇഷ്യൂ സോൾവ് ചെയ്തതെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിൽ ഒരു പുതിയ റിലീജിയൻ കൊണ്ടുവരുന്നു, ആംഗ്ലിക്കൻ ചർച്ച്. അതോടൊപ്പം തന്നെ കാത്തലിക്സിനെയും പ്യൂരിറ്റൻസിനെയും ഒക്കെ അവരുടെ വർഷിപ്പ് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജെയിംസ് ഫസ്റ്റും ചാൾസ് ഫസ്റ്റും ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ ഇവർ കാത്തലിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാത്തലിക് ഇൻട്രസ്റ്റ് അവരവിടെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാരണം ദ പാർലമെന്റ് വാസ് വെരി സ്ട്രോങ്. പാർലമെന്റ് അവിടെ വളരെ സ്ട്രോങ് ആണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം most of the parliamentarians were either the Puritans or Anglicans. ആംഗ്ലിക്കൻസും പ്യൂരിറ്റൻസും ഒക്കെ ചേരുന്നവരാണ്. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻസിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരാണ് പാർലമെന്റിലുള്ളത്. ദേ ഡിസ്ലൈക്ക് കാത്തലിക്സ്. അപ്പൊ ഈ രാജാക്കന്മാർ അവരുടെ കാത്തലിക് ഇൻട്രസ്റ്റ് എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദീസ് പാർലമെന്റേറിയൻസ് ഇന്റർവീൻ ദ മാറ്റർ. അത് മറ്റൊരു പ്രശ്നത്തിന് കാരണമായി തീർന്നു. ആൻഡ് വിച്ച് ലെഡ് ദ കണ്ടിന്യൂസ് വാർ ഓർ എ ഫ്രീക്വന്റ് വാർ ബിറ്റ്വീൻ റൂളേഴ്സ് ആൻഡ് ദ പാർലമെന്റേറിയൻസ്. നമ്മൾ ട്യൂഡേഴ്സിന്റെ പറഞ്ഞിരുന്നു, ട്യൂഡേഴ്സ് എപ്പോഴും ദേ റെസ്പെക്റ്റഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ബ്രിട്ടീഷ് പാർലമെന്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റുവർട്സ്, they always quarreled with parliamentarians. The reason was parliamentarians were either they were these parliamentarians were Puritans and Anglicans. Puritans and Anglicans ആണ്.
അതുകൊണ്ട് തന്നെ പാർലമെന്റേറിയൻസ് എപ്പോഴും കാത്തലിക്സിന് എഗെയിൻസ്റ്റ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റൂളേഴ്സ് വർ കാത്തലിക്. അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു ദർ ഇസ് എ ചാൻസ് ഫോർ റിലീജിയസ് ക്ലാഷ് ബിറ്റ്വീൻ ദ റൂളർ ആൻഡ് ദ പാർലമെന്റേറിയൻസ്. The same thing happened in England. Then ഈ ക്ലാഷിന്റെ ഇടയിൽ സ്വാഭാവികമായും പാർലമെന്റ് വാസ് നോട്ട് റെഡി ടു മേക്ക് എനി കോംപ്രമൈസ് വിത്ത് കിങ് ആൻഡ് വൈസ് വേഴ്സ. കിങ്ങും അതുപോലെ തന്നെ. കാരണം ദർ വാസ് എ ഈഗോ എമർജ് ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ പാർലമെന്റ്. ആൻഡ് ദ ഈഗോ ഈസ് ഹു ഈസ് സുപ്രീം. ആരാണ് അധികാരി, ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത്? ആ ചോദ്യം പാർലമെന്റ് റേസ് ചെയ്തതോടുകൂടി അന്നത്തെ റൂളറായിരുന്ന ചാൾസ് ഫസ്റ്റ് ഹി ഡിസോൾവ് ദ പാർലമെന്റ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. എന്നിട്ട് ഹിസ് റൂൾഡ് ഇംഗ്ലണ്ട് ഫോർ 11 years വിത്തൗട്ട് ദ പാർലമെന്റ്. അദ്ദേഹം 11 വർഷത്തോളം ഇംഗ്ലണ്ട് ഭരിച്ചു പാർലമെന്റ് ഇല്ലാതെ. പാർലമെന്റ് ഇല്ല മീൻസ് ഡസ് നോട്ട് മീൻ ദാറ്റ് പാർലമെന്റ് കൊളാപ്സ്. നോ, he never convened parliament. He never convened the meeting of the parliament. He never summoned the parliament. പാർലമെന്റ് ഒരിക്കലും അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നില്ല. അതായത് 11 വർഷത്തോളം പാർലമെന്റ് വിളിച്ചു ചേർക്കാതെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തി. ആ പീരീഡ് അറിയപ്പെടുന്നത് 11 years of tyranny എന്നാണ്. ഇൻ ഹിസ്റ്ററി ദിസ് ഇൻസിഡന്റ് റെക്കോർഡഡ് ആസ് 11 years tyranny. കാരണം പാർലമെന്റിലെ ഇംഗ്ലണ്ടിലെ വളരെ ശക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാർലമെന്റ്. ആ പാർലമെന്റിനെ വിളിച്ചു ചേർക്കാതാണ് ചാൾസ് ഫസ്റ്റ് ഇംഗ്ലണ്ട് ഭരിച്ചത്. സ്വാഭാവികമായും 11 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റേറിയൻസ് ദേ ടോട്ടലി ടേൺഡ് അഗെയിൻസ്റ്റ് ചാൾസ് ഫസ്റ്റ്. സോ ദർ വാസ് എ വാർ ഇൻഎവിറ്റബിൾ ബിറ്റ്വീൻ കിങ് ആൻഡ് ദ പാർലമെന്റ് ആൻഡ് വിച്ച് ഇസ് നോൺ ആസ് സിവിൽ വാർ. അപ്പോൾ ചാൾസ് പാർലമെന്റ് ഇല്ലാതെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുന്നത് സ്വാഭാവികമായും അതിന് ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കണ്ടിന്യൂസ് വാർ വരുന്നുണ്ട്. 1642 മുതൽ 1649 വരെ സിവിൽ വാർ വരുന്നുണ്ട്. സിവിൽ വാർ ബിറ്റ്വീൻ പാർലമെന്റ് ആൻഡ് ദ കിങ്. ആൻഡ് ദേ ഹാഡ് ടു ഒബ്ജക്റ്റീവ്സ് അല്ല ഇഷ്യൂ, റിലീജിയസ് ആൻഡ് ദ പൊളിറ്റിക്കൽ റീസൺ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റിലീജിയസ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Political interest means there is a question who is supreme, parliament, whether the parliament or the king. And another issue which is on religion, the parliamentarians were Protestants or the Anglican church followers, and the king was Catholic. ഈ ഒരു റിലീജിയസ് സ്ട്രൈഫ് അവിടെ ഒരു ഇഷ്യൂ ആയി മാറുകയും അത് ജനങ്ങളും രാജാവും തമ്മിലുള്ള ക്ലാഷിന് കാരണമായി തീരുകയും ചെയ്തു. Then സിവിൽ വാറിന്റെ അവസാനം except that 1642 civil war started and which ended in 1649. At the end of the war, അല്ലെങ്കിൽ വാറിന്റെ അവസാനം, അല്ലെങ്കിൽ വാർ എങ്ങനെ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ the rebels they took the life of Charles First. ചാൾസ് ഫസ്റ്റിനെ അറസ്റ്റ് ചെയ്യുകയും ട്രയൽ ചെയ്യുകയും and lastly he was beheaded, കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. പക്ഷേ this was the first time a monarch was executed by their own people. ഇംഗ്ലണ്ടിൽ നിന്നല്ല, ആ രാജ്യത്ത് യൂറോപ്പിൽ എവിടെയും അത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല. രാജാവിനെ ജനങ്ങളെല്ലാം കൂടെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് രാജാവിനെ പിന്നീട് തലയറുത്ത് കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അവിടെ ഇതിനു മുൻപുണ്ടായിരുന്നില്ല. സോ ആഫ്റ്റർ ദിസ് എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്, പാർലമെന്റ്, പിന്നെ നിലവിലുള്ള പാർലമെന്റ് അത് അവിടെ തുടരാൻ പറ്റില്ല. നിലവിലുള്ള പാർലമെന്റ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻസ്, പ്യൂരിറ്റൻസ് നേതൃത്വം നൽകുന്ന പാർലമെന്റ് പിന്നെ അവിടെ തുടരാൻ സാധിക്കുന്നില്ല. സോ ദേ റീഷെഡ്യൂൾഡ് ഓർ ദ റീഅറേഞ്ച്ഡ് പാർലമെന്റ്. നിലവിലുള്ള പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം, മെജോറിറ്റി ഓഫ് ദ പാർലമെന്റേറിയൻസ്, അവര് they left the parliament and the new parliament came there and the parliament had the majority of Puritans. Puritansന്റെ മെജോറിറ്റി ആണുള്ളത്. and their leader was Oliver Cromwell. ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ പാർലമെന്റ് അവിടെ ഫോം ചെയ്തു. ആൻഡ് ഒലിവർ ക്രോംവെലിന്റെ അദ്ദേഹം he was not from any royal family. He was a common man, ഒരു സാധാ മനുഷ്യനാണ്. and he didn't have any royal claiming.
ഒരു ഭരണാധികാരി ആവാനുള്ള അങ്ങനെയുള്ള ഒരു എന്താണ് പറയുക, ഒരു മുൻ സർവീസോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമോ ഒന്നുമില്ല ഒലിവർ ക്രോംവെൽ. സിവിൽ വാർ നടക്കുന്ന സമയം ചാൾസ് ഫസ്റ്റിനെതിരെ അന്നുണ്ടായിരുന്ന ആർമിയെ മൊബിലൈസ് ചെയ്ത് അതിന്റെ ചീഫായിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഒലിവർ ക്രോംവെലിനുള്ളൂ. എങ്കിലും അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദ പ്യൂരിറ്റൻസ് സ്റ്റുഡ് അഗെയിൻസ്റ്റ് കിങ്ങിന് അഗെയിൻസ്റ്റ് നിന്നു. അതാണ് ചാൾസ് ഫസ്റ്റിനെ ബിഹെഡ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ് അവിടെ ഒരു റൂളർ ആവശ്യമാണ്. സോ അങ്ങനെ ഒലിവർ ക്രോംവെൽ കെയിം ടു പവർ. അപ്പോൾ ഈ പാർലമെന്റേറിയൻസ് തന്നെ പാർലമെന്റേറിയൻസ് സെലക്ടഡ് ഒലിവർ ക്രോംവെലിനെ അവരുടെ രാജാവായിട്ട് സെലക്ട് ചെയ്തു. And there is one reason that why people selected Oliver Cromwell, because people knew that Oliver Cromwell was from a common family, a normal family. Oliver Cromwell ഒരു നോർമൽ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ the people thought that the ruler could understand the feelings and the grievances of these people. ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ഫീലിങ്സും ഒക്കെ ഒലിവർ ക്രോംവെലിന് മനസ്സിലാവുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർലമെന്റേറിയൻസ് ദേ ഓപ്റ്റഡ് ഒലിവർ ക്രോംവെൽ. മറ്റൊരു റീസൺ, സിവിൽ വാറിൽ സാധാരണ പാർലമെന്റിന്റെ മിലിറ്ററിയെ ലീഡ് ചെയ്തത് ഒലിവർ ക്രോംവെൽ ആണ്. ഓക്കെ, എനിഹൗ ഒലിവർ ക്രോംവെൽ കെയിം ടു പവർ. അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും ഹി ഇംപ്ലിമെന്റഡ് സ്ട്രിക്റ്റ് റൂൾസ് അപ്പോൺ പീപ്പിൾ. ജനങ്ങൾക്ക് മേൽ വളരെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആംഗ്ലിക്കൻ ചർച്ചിനെയൊക്കെ മാറ്റിയിട്ട് പ്യൂരിറ്റൻസിനെ അവിടെ കൊണ്ടുവരുവാണ്. പ്യൂരിറ്റൻ റിലീജിയൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ഹി മെയ്ഡ് എ അറ്റംപ്റ്റ് ടു പ്ലേസ് പ്യൂരിറ്റൻ റിലീജിയൻ ഇൻ ഇംഗ്ലണ്ടിലെ ഒരു പ്യൂരിറ്റൻ റിലീജിയൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻസിന്റെ എക്സ്ട്രീമാണ്. യാതൊരുവിധ റിക്രിയേഷനോ അങ്ങനെയുള്ള എന്റർടൈൻമെന്റ്സുകളോ ഒന്നും പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വർഷിപ്പാണ്. ഓൾ ടൈം ദേ പ്രൈസ്ഡ് ഗോഡ് ആൻഡ് അവര് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു രീതിയിലായിരുന്നു പ്യൂരിറ്റൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഒലിവർ ക്രോംവെൽ അധികാരത്തിൽ വന്നുവെങ്കിലും അദ്ദേഹം സ്വപ്നം കണ്ട രീതിയിലൊന്നും ഇംഗ്ലണ്ടിനെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല. അതേസമയം ഹി ഗെയിൻഡ് മെനി പൊളിറ്റിക്കൽ എനിമി. ഒത്തിരി പൊളിറ്റിക്കൽ എനിമി ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ബിക്കോസ് ഓഫ് ദിസ് റിജിഡിറ്റി ഇൻ ഹിസ് റൂൾ. ദെൻ ആഫ്റ്റർ ഹിം ഹിസ് സൺ റിച്ചാർഡ് ക്രോംവെൽ കെയിം ടു പവർ. അദ്ദേഹത്തിന്റെ മകൻ 1558 ഒലിവർ ക്രോംവെലിന്റെ മകൻ റിച്ചാർഡ് അധികാരത്തിൽ വരും. ബട്ട് ഹി ഡിഡന്റ് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. റിച്ചാർഡിന് അഡ്മിനിസ്ട്രേഷനിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം റൂളറായിട്ട് അവിടെ തുടർന്നു. ബട്ട് ഹി ഡിഡന്റ് ഡു എനിത്തിങ് ഫോർ ദ പീപ്പിൾ. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾക്ക് തന്നെ റിച്ചാർഡിനെ ഒട്ടും താല്പര്യമില്ലാതെ വന്നു. റിച്ചാർഡ് അവരുടെ റൂളർ എന്ന നിലയിൽ ആസ് എ റൂളർ ഓഫ് ഇംഗ്ലണ്ട് റിച്ചാർഡ് ക്രോംവെൽ വാസ് എ ബിഗ് ഫെയിലിയർ. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് ക്രോംവെലിന് അത്ര സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ ഹി റിസൈൻ ഫ്രം ദ പവർ ത്രോൺ. അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിലെ രാജാവ് എന്ന നിലയിലുള്ള സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ എഗെയിൻ അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ദെൻ ആരായിരിക്കും ഇനി ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരി? ആൻഡ് ദ പാർലമെന്റ് ചൂസ് ചാൾസ് സെക്കൻഡ്. ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്നത് ചാൾസ് ഫസ്റ്റ്, പാർലമെന്റ് ബിഹെഡ് ചെയ്ത ചാൾസ് ഫസ്റ്റിന്റെ ബ്രദറാണ്, മകനാണ് ചാൾസ് സെക്കൻഡ്. ചാൾസ് ഫസ്റ്റിന്റെ മകനാണ് ചാൾസ് സെക്കൻഡ്. സോ ചാൾസ് സെക്കൻഡ് അധികാരത്തിലേക്ക് വന്നു. ഇദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഫാദർ ചാൾസ് ഫസ്റ്റ് ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ ചാൾസ് സെക്കൻഡിന് അറിയാം. സോ വാട്ട് ഹി ഡിഡ് ദാറ്റ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ് എ റൂളർ ഓഫ് ഇംഗ്ലണ്ട് ഹി വാണ്ടഡ് ടു മേക്ക് എ കോംപ്രമൈസ് വിത്ത് പാർലമെന്റേറിയൻസുമായിട്ട് ഒരു കോംപ്രമൈസ് അദ്ദേഹം തയ്യാറായി. അതിന്റെ ഭാഗമായി ഹി റീസ്റ്റോർഡ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഓർ ആംഗ്ലിക്കൻ ചർച്ച്. ആംഗ്ലിക്കൻ ചർച്ചിനെ നാഷണൽ റിലീജിയനാക്കി മാറ്റി. ഒപ്പം തന്നെ അദ്ദേഹം ഹി ട്രൈ ടു അവോയ്ഡ് ഹിസ് ഫാദേഴ്സ് മിസ്റ്റേക്സ് ഇൻ ഡീലിംഗ് വിത്ത് പാർലമെന്റ് ഡീൽ ചെയ്യുന്നതിൽ ചാൾസ് ഫസ്റ്റ് ചെയ്ത അബദ്ധങ്ങളൊന്നും ചാൾസ് സെക്കൻഡ് ചെയ്യില്ല എന്നൊരു ഡിസിഷൻ എടുത്തിരുന്നു. ദെൻ ചാൾസ് സെക്കൻഡ്
കഴിവതും പാർലമെന്റുമായിട്ട് ചേർന്നാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഹി കുഡ് അസോസിയേറ്റ് വിത്ത് ബ്രിട്ടീഷ് പാർലമെന്റ് വിതൗട്ട് മേക്ക് ഫർദർ ഇഷ്യൂസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ ഒരു വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ അവർ ഫങ്ഷൻ ചെയ്തു. ബട്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ചാൾസ് സെക്കൻഡ്, ഇദ്ദേഹത്തിന്റെ മകൻ ചാൾസ് സെക്കൻഡിന് ലീഗൽ ഫോളോവർ അല്ലെങ്കിൽ സക്സസർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലീഗൽ എടുത്തു പറയാൻ കാരണം ഹി ഹാഡ് സൺ, അദ്ദേഹത്തിന് മകൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ലീഗൽ സക്സസർ അല്ലാത്തത് കൊണ്ടാണ്. സോ ആഫ്റ്റർ ചാൾസ് സെക്കൻഡ് അദ്ദേഹത്തിന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് മക്കളില്ലാത്തത് കൊണ്ട് ഹിസ് ബ്രദർ ജെയിംസ് സെക്കൻഡ് ബിക്കെയിം ദ ന്യൂ റൂളർ ഓഫ് ഇംഗ്ലണ്ട് അണ്ടർ സ്റ്റുവർട്ട് ഡൈനാസ്റ്റി. സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയുടെ കീഴിൽ. പക്ഷെ ജെയിംസ് സെക്കൻഡ്, unlike the James first, Charles first and the Charles second, James second was a staunch Catholic and he wanted to restore Catholicism in England. ഇംഗ്ലണ്ടിൽ കത്തോലിസിസം കൊണ്ടുവരിക എന്ന ഒരു അത്രമേ വാശിയുള്ള കൂട്ടത്തിലായിരുന്നു ജെയിംസ് സെക്കൻഡ്. അതുകൊണ്ട് തന്നെ ഹി വാസ് എ ബിഗ് ഫെയിലർ. ജെയിംസ് സെക്കൻഡ് ഒരു ഫെയിലർ ആണ്. പാർലമെന്റേറിയൻസിന്റെ യാതൊരുവിധ സപ്പോർട്ടും കിട്ടിയില്ല. അതോടൊപ്പം തന്നെ കോമൺ പീപ്പിളിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ദെൻ പക്ഷേ ജനങ്ങൾക്ക് ജെയിംസ് സെക്കൻഡിന്റെ ഭരണത്തിൽ താല്പര്യമില്ല എങ്കിലും ഇവർ ജെയിംസ് സെക്കൻഡിനെതിരെ സമരം, ചെറിയ തോതിലുള്ള സമരം നടത്തുന്നുണ്ടെങ്കിലും ഒരു ഓർഗനൈസ്ഡ് സമരമൊന്നും ജെയിംസ് സെക്കൻഡിനെതിരെ നടത്തുന്നില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ജെയിംസ് സെക്കൻഡിന് 2 മകളെ ഉള്ളൂ, 2 പെൺമക്കളാണുള്ളത്. വൺ ഈസ് മേരി ആൻഡ് അതർ ഈസ് ആൻ. ഈ 2 പെൺകുട്ടികളാണുള്ളത്. ഇവരെ രണ്ടുപേരെ 2 രാജ്യത്തേക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇനി ജെയിംസ് സെക്കൻഡിന് ശേഷം ഇംഗ്ലണ്ടിനെ ഭരണം നടത്താൻ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്നും, അല്ലെങ്കിൽ ജെയിംസ് സെക്കൻഡിന് ശേഷം ഇംഗ്ലണ്ടിൽ ഭരണം നടത്താൻ ജെയിംസ് സെക്കൻഡിന്റെ ഫാമിലിയിൽ നിന്ന് ഇനി ഒരാളും അവിടെ വരാനില്ല. അപ്പൊ ജെയിംസ് സെക്കൻഡ് ഏകദേശം ഏജ് ആയി, വളരെ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി സ്റ്റുവർട്ട് ഡൈനാസ്റ്റി എൻഡ് ആവും എന്നായിരുന്നു പാർലമെന്റ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷയ്ക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ജെയിംസ് സെക്കൻഡിന് അദ്ദേഹത്തിന്റെ സെക്കൻഡ് വൈഫിൽ ഒരു മകൻ ജനിക്കും. സോ സ്വാഭാവികമായും ആ മകനാണ് ദ ന്യൂ റൂളർ ഓഫ് ഇംഗ്ലണ്ട്. സോ ദാറ്റ് ടൈം ദ പാർലമെന്റ് ദേ മെറ്റ് വില്യം ഓഫ് ഓറഞ്ച് ആൻഡ് മേരി. മേരി എന്ന് പറയുന്നത് ജെയിംസ് സെക്കൻഡിന്റെ മകളാണ്. അപ്പൊ പാർലമെന്റ് മേരിയെയും വില്യമിനെയും, മേരിയുടെ ഭർത്താവായ വില്യമിനെയും പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ജെയിംസ് സെക്കൻഡിന് ഒരു മകനുണ്ടായി, ആ മകൻ പുതിയ റൂളർ ആയിട്ടുണ്ട് എങ്കിൽ മകനും പിതാവിന്റെ അതേ പാതയായിരിക്കും തുടരുക. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റ് ഇൻവൈറ്റഡ് William and Mary. So they came there with a strong military because William and Mary had a look on in British administration. So they received the invitation of British Parliament, which means Parliament offered the throne of England to William and Mary and made them as joint ruler. A joint monarchy at a point ചെയ്തു William and Mary, and also they accepted constitutional monarchy. റൂളറിന്റെ അധികാരം റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളും അവിടെ കൊണ്ടുവന്നു.